വളരെ ശ്രേഷ്ഠമായ സുന്നത്താണ്, അത് കളയാൻ പാടില്ല. സ്ത്രീകൾ ഉൾപ്പെടെ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. പുരുഷന്മാരെ പള്ളിയിലേക്ക് അയച്ചാൽ പിന്നെ സ്ത്രീകൾ ഫ്രീ ആയല്ലോ, വേഗം തന്നെ ഉളൂടുത്ത് റാഹത്തായിട്ട് എന്ത് ചെയ്യാൻ നിസ്കരിക്കും. പെരുന്നാളിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, ചെറിയ പെരുന്നാളിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് തക്ബീർ ചൊല്ലുക, കൈകെട്ട് വജ്ഹത്ത് ഓതി, അതിനുശേഷം 7 തക്ബീറുകൾ ആവർത്തിക്കുകയാണ്. അല്ലാഹു അക്ബർ. ഓരോ തക്ബീർ ചൊല്ലുമ്പോഴും 2 കൈകൾ ചുമരിന്റെ നേരെ ഉയർത്തിയിട്ട് അവൻ്റെതാകുന്ന നെഞ്ചിന്റെ താഴെയും പൊക്കളിന്റെ മുകളിലുമായിട്ട് കൈകെട്ടുക ഓരോ തക്ബീറിലും. ഈ തക്ബീറുകളൊക്കെ ചൊല്ലുമ്പോൾ ഉച്ചത്തിൽ തക്ബീർ ചെല്ലണം എന്ന് പറഞ്ഞാൽ അവനവന്റെ സ്വന്തം ശരീരം കേൾപ്പിക്കുമാറ് അല്ലാഹു അക്ബർ. തക്ബീർ ഉച്ചത്തിലും, എന്നാൽ ഇടയിൽ ചെല്ലുന്ന ദിക്ർ ഏതാത് തസ്ബീഹ് നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലിപ്പടിച്ച തസ്ബീഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അത് പതുക്കെയും ചെല്ലുക, ദിക്ർ പതുക്കെയാക്കുക. അപ്പോൾ ഒന്നാമത്തെ തക്ബീർ കെട്ടി വജ്ഹത്ത് ഓതി, പിന്നീട് 7 തക്ബീറുകൾ കൈ ഉയർത്തി കെട്ടി, ഓരോ തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലി 7ാമത്തെ തക്ബീർ കെട്ടിയതിനു ശേഷം ഫാത്തിഹ ഓതുക, സൂറത്തുൽ അഅല ഓതുക, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്നുള്ള സൂറത്ത് ഓതുക. അതറിയാവുന്നവർ. 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഗാശിയാണ്, അറിയാവുന്നവരത് ഓതുക. അറിയാത്തവർ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹ്. ഇനി ഖുൽ ഹുവല്ലാഹ് അറിയാവുന്നവരാണെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. ആകെ അറിയാവുന്ന സൂക്തതേ ഉള്ളൂ എങ്കിൽ അങ്ങനെ തന്നെ, ഇത് നിസ്കരിക്കാതിരിക്കരുത്. അതിനാണ് അങ്ങനെ നിസ്കാരം റുക്കൂഉ സുജൂദ് എല്ലാം കഴിഞ്ഞു. പിന്നെ നിസ്കാരം സാധാരണ നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്ന പോലെ എല്ലാം കഴിഞ്ഞു. 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ തക്ബീർ വരും. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് വരുന്നത്. ആ തക്ബീർ ചെല്ലുന്നത് കൂടാതെ വീണ്ടും 5 തക്ബീറുകൾ നമ്മൾ കൈ ഉയർത്തിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ കൈ ഉയർത്തി കെട്ടുക. തക്ബീർ ഒച്ചത്തിലും ഇടയിലുള്ള ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ആ ദിക്ർ പതുക്കെയാക്കുക. 5ാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക, സാധാരണ പോലെ നിസ്കാരം കഴിഞ്ഞു സലാം വീട്ടുക. പെരുന്നാൾ നിസ്കാരം വളരെ റാഹത്തായിട്ട് നിർവഹിച്ചു. അപ്പൊ അത് ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. നിസ്കാരം ആർക്കും പോകാൻ പാടില്ല, എല്ലാവരും നിസ്കാരം കറക്റ്റ് ആയിരിക്കണം. ഏത് പെരുന്നാൾ നമസ്കാരം നേരത്തെ തന്നെ രാവിലെ കുളിക്കുക. പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി നേരത്തെ തന്നെ റാഹത്തായി കുളിക്കുക. ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തിട്ട് തന്നെ കുളിക്കുക. അങ്ങനെ കുളിക്കുന്നത് വലിയ കൂലിയാണ്. രാവിലെ അതിരാവിലെ കുളിക്കുക. സുബൈ കഴിഞ്ഞാൽ ഉടനെ തന്നെ കുളിച്ച് റെഡിയാകുക. ഇനി സുബൈക്ക് മുമ്പേ കുളിച്ചാലും പ്രശ്നമൊന്നുമില്ല, സുന്നത്ത് കിട്ടും. നേരത്തെ തന്നെ കുളിച്ച് നല്ല റാഹത്തായിട്ട് നല്ല പുതുവസ്ത്രം ഉള്ളവരത് ധരിക്കുക, ഇല്ലാത്തവർ ഉള്ളതിൽ മെച്ചമായത് ധരിക്കുക. നല്ല അത്തറൊക്കെ പൂശി റാഹത്തായിട്ട് പുരുഷന്മാർ പള്ളിയിലേക്ക് വരിക. വീട്ടിൽ മക്കളെ തന്നെ രാവിലെ എഴുന്നേൽപ്പിച്ച് വീട്ടിൽ നല്ല തക്ബീർ കൊണ്ട് മുഖരിതമാക്കുക. കാരണം പെരുന്നാൾ നമസ്കാരത്തിന്റെ തക്ബീർ ഏതുവരെയുള്ളൂ? ചെറിയ പെരുന്നാളിൻ്റെത്. ഇമാമ് നിസ്കാരത്തിന് വേണ്ടി അല്ലാഹു അക്ബർ എന്ന ആദ്യത്തെ തക്ബീർ കെട്ടുന്നത് വരെ തക്ബീർ ചൊല്ലൽ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ തക്ബീർ ഇല്ല. അപ്പൊ വളരെ കുറഞ്ഞ സമയമേ ചെറിയ പെരുന്നാളിനുള്ളൂ. വലിയ പെരുന്നാളാണെങ്കിൽ 3 ദിവസം കൂടി ഉണ്ട്. അയ്യാമു തശ്രീഖിന്റെ ദിനരാത്രങ്ങളുണ്ട്. 3ാമത്തെ ദിവസം അസറോട് കൂടിയേ തീരുകയുള്ളൂ. അതേസമയത്ത് ചെറിയ പെരുന്നാളിനാണെങ്കിൽ പിറ കണ്ടത് മുതൽക്ക് ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഇമാമ തക്ബീർ കെട്ടുമല്ലോ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവൻ അവൻ തക്ബീർ ചെല്ലുന്നത് വരെ തക്ബീറിന്റെ സമയമുള്ളൂ. അതുകൊണ്ട് അതിനിടയിൽ കുറഞ്ഞ സമയമുള്ളൂ. അപ്പൊ കിട്ടുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യണം? തക്ബീർ ചെല്ലണം.